ഇലക്ട്രിക് സ്കൂട്ടറുകളുടെയും സൈക്കിളുകളുടെയും നിയമലംഘനങ്ങൾ കണ്ടെത്താൻ റോബോട്ടിനെ അവതരിപ്പിച്ച് ദുബായ്. RTA റോബോട്ടിന്റെ പരീക്ഷണത്തിന് ദുബായിൽ തുടക്കമായി. 30 ദിവസത്തെ പരീക്ഷണമാണ് നടക്കുക. ദുബായ് ജുമേറയിലാണ് റോബോട്ടിന്റെ പരീക്ഷണം നടക്കുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറുകളുടെയും സൈക്കിളുകളുടെയും ലംഘനങ്ങളാണ് റോബോട്ട് തിരിച്ചറിഞ്ഞ് പിഴ ഈടാക്കുക. ഫേഷ്യൽ റെക്കഗ്നീഷൻ സംവിധാനം ഉപയോഗിച്ചാണ് റോബോട്ട് ആളുകളുടെ മുഖം തിരിച്ചറിയുകയും പിഴ ഈടാക്കുകയും ചെയ്യുക. ദുബായ് പോലീസുമായി സഹകരിച്ചാണ് RTA പദ്ധതി നടപ്പാക്കുന്നത്. 30 ദിവസമാണ് പരീക്ഷണം നടക്കുക. പരീക്ഷണ കാലയളവിൽ പിഴ ഈടാക്കില്ല എന്ന് അധികൃതർ അറിയിച്ചു. സൈക്കിൾ ട്രാക്കുകളിൽ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെ കണ്ടെത്തുക, ഹെൽമറ്റ് ധരിക്കുന്നത് പോലെയുള്ള വ്യക്തിഗത സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കാതിരിക്കുക, അനധികൃത സ്ഥലങ്ങളിൽ സ്കൂട്ടറുകൾ ഉപേക്ഷിക്കുക, ഈ സ്കൂട്ടറുകളിൽ ഒന്നിലധികം ആളുകൾ യാത്ര ചെയ്യുക, കാൽനടക്കാർക്ക് മാത്രമുള്ള സോണുകളിൽ സ്കൂട്ടറുകളും സൈക്കിളുകളും ഓടിക്കുക തുടങ്ങിയ 5 പ്രധാന നിയമലംഘനങ്ങളാണ് റോബോട്ട് കണ്ടെത്തുക. 300 ദിർഹമാണ് പിഴയായി ഈടാക്കുക. പരീക്ഷണ കാലയളവിൽ സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് 3 മണി മുതൽ രാത്രി 11 മണി വരെയും വാരാന്ത്യങ്ങളിൽ വൈകിട്ട് 5 മുതൽ രാത്രി 1 മണി വരെയും റോബോട്ട് നിരീക്ഷണം നടത്തും. പരീക്ഷണ ഘട്ടത്തിന് ശേഷം പുതുക്കിയ സമയക്രമം അറിയിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്.